സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ആകെ ഒരു വിഷമത്തിലാണ് കേട്ടോ. ഇന്നലെ പോലെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം മാറിയിട്ടില്ല. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി, അതായത് ഞാൻ ഇതുവരെ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരു സുഖമില്ല, അതായത് ക്യാൻസർ ആണെന്ന് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് സാധാരണ യൂട്യൂബർമാരൊക്കെ വന്നിരുന്ന് കൊണയിലടിക്കാറുണ്ട്, അയ്യോ ഈ ക്യാൻസർ എന്ന രോഗം ആർക്കും വരാതിരിക്കട്ടെ, മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുവശത്ത് അവൾ ചാവണേന്ന് വിചാരിക്കുന്ന കുറേ തന്തയില്ലാത്ത വർഗ്ഗങ്ങളുണ്ട്. എന്നാൽ ഞാനതല്ല, ആത്മാർത്ഥമായിട്ട് സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കുടുംബം ഒരു ഒരു ഫാമിലിയിലുള്ള ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ എങ്ങനെ ഇരിക്കും, അതേ മാനസികാവസ്ഥയാണ് എനിക്ക്. അപ്പോൾ അത് വീഡിയോ വന്നതിന് ശേഷം ഇപ്പോൾ കുറേ തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ഈ വർഷങ്ങളായിട്ട് 3 വർഷമായിട്ട് രേണുസുതിയെ സ്ഥിരം കണ്ടന്റാക്കി തീട്ടം തിന്നുകൊണ്ടിരുന്ന കുറേ തന്ത ഇല്ലാത്ത മോന്മാർ, അതായത് തെരുവ് പട്ടിക്കുണ്ടായ വർഗ്ഗങ്ങളെന്ന് ഞാൻ പറയും, അവനൊക്കെ ഇപ്പോൾ ന്യായീകരണമായിട്ട് വന്നേക്കാണ്. ഞാനത് കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല, കാരണം ഈ തന്തയില്ലാത്തവന്മാർക്ക് കൊടുക്കാനുള്ള ഒരു റിപ്ലൈ എൻ്റെ ഒരു സുഹൃത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് ലെന്ത് വരും. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ അത് ഉൾപ്പെടുത്താം. അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. അപ്പൊ ആദ്യത്തെ ഒരു തന്തയില്ലാത്തവന്റെ കൊണയിലടി കേൾക്കാം. എന്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലൊക്കെ ചോദിച്ച് അതുപോലെ ഇന്ന് വീഡിയോ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം സ്ഥിരം കാണുന്ന കുറെ ഓഡിയൻസ് ഉണ്ട്. ഇവളുടെ റീലൊക്കെ എടുത്ത് വെച്ച് കളിയാക്കുന്നതും അതുപോലെ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഞാൻ കുറെ കളിയാക്കുന്നതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പേരൊക്കെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഒന്നും തിരിച്ച് റിപ്ലൈ കൊടുക്കാതെ ഓക്കെ ഞാൻ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ എടാ തന്തയില്ലാത്ത നായിന്റെ മോനെ, നിന്റെ കമന്റ് ബോക്സ് നോക്കടാ. ഈ രേണുസുതിയുടെ അടുത്തുള്ള ആരാധനയാണോ, നിന്റെ അടുത്തുള്ള വെറുപ്പാണോ, എന്തുമാത്രം തന്തയ്ക്കും തെള്ളയ്ക്കും പുള്ളിയാണോ നായിൻ്റെ മോനെ കേൾക്കുന്നത്? നീയൊക്കെ ഇത് എന്തിനാണോ തീട്ടം തന്നെ നടക്കുന്നത്? ഇത്രയും ജനങ്ങളുടെ തെറിവിളി കേട്ടിട്ട് നീയൊക്കെ ഊമ്പാനാണോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചൊരയ്ക്കുന്നത്? നീ ആ രേണുസുതി വിടാതെ 3 വർഷമായിട്ട് തീട്ടം നിന്നുകൊണ്ടിരുന്നതല്ലേ? ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ നിനക്കൊക്കെ റീച്ച് കിട്ടുന്നുണ്ടോ? ഞാൻ ഓരോരുത്തരായിട്ട് ഞാൻ കാണിക്കാൻ കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. കുറെ തന്തയ്ക്ക് മുമ്പേ ഉണ്ടായവന്മാരുണ്ട്. അതാണ് അടുത്ത ഇവന്റെ മോൻ എന്ന് പറയുന്ന പൊലയാടി മോൻ കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് സ്ട്രൈക്ക് കിട്ടി. ഓക്കെ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വീഡിയോച്ചേട്ടൻ ആ ഒരു കാര്യത്തില്ല, കാരണം അത് വീഡിയോയിൽ കൂടെ തന്നെ പറയണം. ഇനി മേലാൽ ഇപ്പൊ ഈ പൊലയാടിമോൻ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് പിന്നെ നമ്മുടെ പടക്കശാല എന്ന് പറയുന്ന വെടിയൊരുത്തിയുണ്ടല്ലോ, അവളെ ആണ് ഇപ്പൊ വന്നിരുന്ന കുറ്റം പറയുന്നത്, കൊണയിലടിക്കുന്നത് നായിന്റെ മോൻ. വർഷങ്ങളായിട്ട് ഈ സ്ത്രീയെ വിറ്റ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് കാരണം ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുറെ തന്തയ്ക്ക് മുമ്പേ ഉണ്ടായവന്മാരുണ്ട്. അടുത്ത ഒരു സ്ഥിരം കണ്ടന്റ് ആണ് ഈ ഒരു നായിന്റെ മോൻ കണ്ടോ. തോന്നുന്നു എന്റെ അമ്മയുടെ കാലിന്റെ ഇടയിൽ വരണ പോ കൂറി നായിന്റെ മോനെ. അമ്മയുടെ ഇവൻ മാത്രം ന്യായീകരണമായിട്ട് വന്നില്ല, ഇനി ഈ തായുള്ള ഉണ്ട് വരാൻ കേട്ടോ. ഇവനും ഉണ്ട്. അടുത്ത ഒരു മുട്ടയെന്നൊരിക്കൽ താല്പര്യമില്ല. അതായത് ഇവർക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സംഭവങ്ങളുമാണ് എനിക്ക് വന്ന് മെസ്സേജ് ആക്കി ഇടുന്നത്. അത് കൂടാതെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ തന്നെ നോക്കുന്ന മറ്റൊരു വിഷയമാണ് രേണുസുതി എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്റെ അടുത്ത് മീൻസ് റീൽസ് വഴി നമ്മളെല്ലാം നിന്റെ അടുത്ത് എന്ത് മൈരാടാന്ന് പറയാം, നിന്റെ വീട്ടിൽ ഒന്ന് പറയാം. നീ മുട്ടയെന്ന് പിരിയാത്ത ഈ പാൽക്കുപ്പി മൈരേ, നിന്റെ അടുത്ത് രേണുസുതി എന്താടാ വന്ന് പറഞ്ഞത്? കഴിവറ മോനെ. എടാ ഞാൻ നിന്റെ ഈ വീഡിയോസ് എടുത്ത് നോക്ക്. ഓരോരുത്തർ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് കൂടുതൽ പറയുന്നില്ല. രേണുസുതി നീ ഇപ്പോൾ ഇട്ട ഈ വീഡിയോയ്ക്ക് 6.7K ആൾക്കാർ കണ്ടു. പിന്നെ ലക്ഷ്മി പ്രിയ തൊലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞ കേട്ട 1.7K. പിന്നെ രേണുസുതിയെ വെച്ചിട്ടിട്ട ഒരെണ്ണത്തിനകത്ത് 13K. പിന്നെ ഒരെണ്ണത്തിനകത്ത് 316 പേരാണ് കണ്ടേക്കുന്നത്. പിന്നെ ഒരെണ്ണത്തിനകത്ത് 509 പേര്, ഒരെണ്ണത്തിനകത്ത് 2.2K, പിന്നെ 1.3K, 1.9K കേട്ടോ. ഈ രീതിയിലാണ് നിന്റെ വീഡിയോസ് കയറി പോകുന്നത്. അപ്പോൾ രേണുസുതിയെ നീ ഇത്രയും വർഷമായിട്ട് 3 വർഷമായിട്ട് കണ്ടന്റ് ആക്കി ആ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന നായിൻ്റെ മോനെ, നിനക്ക് വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോടാ? നീ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നീ നിന്റെ അമ്മയുടെ തുണി മാറി കിടന്ന നീ അത് കണ്ടന്റ് ആക്കുന്ന നായിൻ്റെ മോനാണ്. മുട്ടയെന്ന് വിരിയാത്ത നീ ഒരിക്കൽ നിന്റെ അമ്മയെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് തൊലിച്ചവനാ നീ. ഇപ്പോഴും അവൻ ന്യായീകരണമായിട്ട് വന്നേക്കുന്നത്. അവന് താല്പര്യമില്ല കണ്ടന്റ് എടുക്കാൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് രേണു ചേച്ചി പെട്ടെന്ന് ഞാൻ വരും എങ്കിൽ മാത്രമേ അവന് തീട്ടം തന്നെ കണ്ടന്റ് കിട്ടുള്ളൂ. ഒരു ഉളുപ്പില്ലാതെ ഇവനൊക്കെ പറഞ്ഞ് 2-3 പ്രാവശ്യം ഞാൻ അവനൊക്കെ പറഞ്ഞതാണ്. വീണ്ടും അവന് രേണുസുതി ഇല്ലെങ്കിൽ കണ്ടന്റ് ഇല്ല. ഇനിയിപ്പോൾ അവൻ്റെ അമ്മയെ പറഞ്ഞ് അവൻ്റെ അമ്മയുടെ നായരെ പറഞ്ഞെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും തുലിക്കുമെന്ന് പറഞ്ഞ് നീ വാടാ.
മുട്ടയെന്ന് വിരിഞ്ഞില്ല പാൽക്കുപ്പി പയ്യൻ കേട്ടോ. ഇപ്പോൾ വന്നിരുന്ന കൊണവതിയാരെ അടിക്കുന്നത്. ഇനി അടുത്ത കുറേ നായിൻ്റെ മോന്മാരെ കാണിച്ചു തരാം കേട്ടോ. ആടാ ഓരോരുത്തന്മാർ പിന്നെ വന്നിരുന്ന് എന്റെയൊക്കെ വേണ്ട അടുത്ത ഒരു എനിവേ ഈ ചുണ്ടല്ലേ കളിച്ചോളൂ. ഇനി ഇനി അടുത്ത ഇവൻ്റെ ഗുണവധികാരം വരാൻ കിടക്കുന്നതേ ഉള്ളു. അതുപോലെ എത്ര എണ്ണമാണെന്നറിയോ, എത്ര എണ്ണം കാണണ്ടോ ഇത്. ഇനി അതുപോലെ കിടപ്പുണ്ട്. എല്ലാവരും തുണി പൊക്കി പിടിച്ചോണ്ട് ഞാൻ വന്നിട്ടുണ്ട് നായിൻ്റെ മോന്മാർ കേട്ടോ. പിന്നെ ഒരു രാജേഷ് രാജ് എന്ന് പറഞ്ഞ ഒരു നായിൻ്റെ മോനുണ്ട്. കുറച്ചെങ്കിലും ഉളുപ്പും നാണമുള്ള വർഗങ്ങൾ ഇപ്പം ന്യായീകരണോട്ട് വന്നേക്കാണ് എടുത്തു പിടിച്ചോണ്ട്. അതായത് ആ സ്ത്രീ 3 വർഷമായിട്ട് ഇത്രയും വർഷമായിട്ട് ആ ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ടും ആൾക്കാരുടെ മുമ്പ് ചിരിച്ചും കളിച്ചും നടന്ന ഒരു സ്ത്രീ ഇത്രയും തൻ്റെ ഇടം ആ ഒരു സോഷ്യൽ മീഡിയയിൽ ചീത്തവിളി കേട്ടിട്ട് പിടിച്ചു നിന്നത് എന്തോ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ്. ആ സുധി എന്ന കലാകാരൻ മരിച്ചതിന് ശേഷം ആ സമൂഹത്തിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ആ മക്കൾക്ക് ഒരു നിലനിൽപ്പ്, ആ കുഞ്ഞിന് ഒരു നിലനിൽപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് മറ്റുള്ള മുമ്പ് ചിരിച്ചും കളിച്ചു നിന്ന ഒരു സ്ത്രീയാണ് രേണുസുധി. ഈ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്നു, തൊഴുതുപുരാവുന്നു, പിന്നെ ഒരു അറവാണി, പിന്നെ ഇവള് സെക്സ് റാക്കറ്റിൽപ്പെട്ടവളാണ്, പിന്നെ സ്വർണം മറ്റേ കാലിനിടയിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുടന്തി പൊലയാടി മോളുണ്ട്, ഒരു പടക്കശാല. ഏതെല്ലാം രീതിയിൽ ആണ് ഈ സോഷ്യൽ മീഡിയ അവർ തന്നെ കിടന്ന് ഉണയിലടിച്ചത്. ഞാനീ ഒരു കാര്യം ചെയ്ത് കിട്ടാടി, നീ എല്ലാം പിന്നെ പടക്കശാല നീ കുറേ എണ്ണത്തിനെ കൊണ്ടിട്ട് എഴുത്തി അങ്ങ് കാശെടുത്ത് തൊലിച്ചല്ലോ. ഈ സെക്സ് റാക്കറ്റ് പിന്നെ പെട്ടു എന്ന് പറയുന്ന പിടിച്ച് വെച്ചു കൊടുക്കാൻ പോയവളെ പോലെയാണല്ലോ ഒരു പൊലയാടി മോള് വന്നിരുന്ന് പറഞ്ഞത്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരു സെക്സ് ഒരു പുരുഷനോട് ചെയ്യുമ്പോൾ അവളുടെ പിന്നെ ബ്രസ്റ്റിൽ തൊടാതെ ചെയ്യാൻ പറ്റുമോ? ഒരു ക്യാൻസർ വന്ന ഒരു ബ്രസ്റ്റിനകത്ത് തൊടുമ്പോഴുള്ള ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു സ്ത്രീ അങ്ങനെ സെക്സിന് പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഈ മോടന്തി വന്നിരുന്ന് ന്യായീകരിക്കാൻ വന്ന് ഇപ്പം കുറേ എണ്ണം വലിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബിഷപ്പിനെ നല്ലതാക്കി. ബിഷപ്പ് നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഇനി 2 വരാനുണ്ട് കേട്ടോ. ഇനി 2 വരാനുണ്ട്. കാരണം എല്ലാം ആയിട്ടില്ല കേട്ടോ. ഇത്രയും ആ സോഷ്യൽ മീഡിയയിൽ ആ പാവം നിരപരാധിയായ പെൺകുട്ടി എന്നൊക്കെ പറയുന്നത് എന്ത് തുണി പൊക്കി കാണിച്ചെന്നാ പറയുന്നത്? എടാ നായിൻ്റെ അമ്മമാർ, നിനക്കൊക്കെ ഇനി എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമുണ്ട്? മറ്റുള്ള സ്ത്രീകൾ കാണിക്കുന്ന പോലെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? നീയൊക്കെ ഒരു വീഡിയോ നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ നിൻ്റെയൊക്കെ ആസനം താങ്ങുന്ന നായിൻ്റെ മക്കൾ അതിൻ്റെ പുറകെ വന്നിരുന്ന് ആ സ്ത്രീയെ മോശം ആൾക്കാരിയാക്കിക്കൊണ്ട് വന്നിരുന്ന് കമൻ്റ് ഇടും. അത് കണ്ട് ആസ്വദിക്കുകയല്ലേ? അപ്പോൾ നീയൊക്കെ വിജയിച്ചു എന്നുള്ള ഒരു ധാരണ അല്ലേ? എടാ നിൻ്റെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ വന്നിരുന്ന നീയൊക്കെ വന്നിരുന്ന് കുണയിലടിക്കോടാ. ഇനി കുറേ കൂത്തിച്ചികളുണ്ട്, കുറേ എണ്ണം അലവലാദികൾ. പിന്നെ ഇനിയുണ്ട് രമ്യ, പിന്നെ കിമ്യ, പിന്നെ കുറേ എണ്ണം ഉണ്ട്. അവളൊക്കെ ഇനിയിപ്പോൾ പൊക്കി പിടിച്ചോണ്ട് വരും. നീ ന്യായീകരണം, അയ്യോ എൻ്റെ രേണുവിനൊന്നും വരല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഞാനിത് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. ഇവനെയൊക്കെ പോലുള്ള വർഗ്ഗങ്ങൾ കൊടുക്കാനുള്ള മറുപടി എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ സ്ത്രീയെ വെച്ച് വിറ്റ് തിന്നിട്ടുള്ള നായിൻ്റെ മക്കൾ എല്ലാം ഇപ്പോൾ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, പറയണമെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കാണിക്കാത്തത്. ബാക്കി നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. നായിൻ്റെ മോൻ്റെ പട്ടി കുരയ്ക്കുന്ന ഒരു കുരയിലൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. അതുകൂടെ ഒന്ന് കണ്ടോണേ, ഒന്ന് കണ്ടോ? ക്യാമറ റോളിംഗ് ആക്ഷൻ. അവൻ്റെ അമ്മ ചത്ത്, അവൻ്റെ തന്ത ചത്ത്, അവൻ്റെ തന്തയെ തള്ള ഒരുമിച്ച് ചത്ത്. അതാണ് അവൻ വന്നിരുന്ന് കുരയ്ക്കുന്നത്. പറയടാ നായിൻ്റെ മോനെ, എന്തൊരു രാഹുൽ നായർ, അവൻ്റെ അമ്മയുടെ നായർ. സുധിച്ചേട്ടൻ്റെ പിടിച്ച് ഊമ്പൂപ്പി കൊടു. നിന്റെ തന്തയെ കാണിക്കാൻ താഴെ
അതെ, ഒരു തുരുമ്പ് ആത്മാർത്ഥതകളൊന്നും ഇല്ലെന്ന് നിന്റെ അടുത്ത് വന്ന് പറഞ്ഞോടാ. അത് എപ്പോഴാടാ പറഞ്ഞു? ഞാൻ അറിഞ്ഞില്ലല്ലോടാ മാഹിന്റെ മോനെ. ലോകമായ എല്ലാ മലയാളികളെ അറിയിച്ചത്. ആണോ? പിന്നെ നീ വീഡിയോ കോളിലൊക്കെ ഇരുന്നോണ്ട് തൊലിച്ച് അതെടുത്ത് ഷൂട്ട് ചെയ്ത് റീലാക്കി പോസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് എന്ത് വലിയ മനസ്സാ നിന്റെ. കാണാതെ പോയത് കേട്ടോ ഈ നല്ല സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞൊരു അത് നീ ഞങ്ങളെ കാണിക്കണ്ട, നിന്റെ തന്തേതല്ലേ കാണിക്കണം മാഹിന്റെ മോനെ. മനസ്സേ. സുരേഷേട്ടനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണ് മറ്റേ സോഷ്യൽ മീഡിയയിലെല്ലാം അവിടോ ഇവിടോ കാണിച്ച് പിന്നെ ഇൻസ്റ്റാഗ്രാമില് പുതിയ പരിപാടിയൊക്കെ തുടങ്ങിയത് സബ്സ്ക്രിപ്ഷൻ. അത് ഒരു കാര്യം ചെയ്യും, നിനക്ക് സങ്കടമാണെങ്കിൽ നിന്റെ അമ്മയും പെങ്ങളെ കൂടെ പറഞ്ഞു വിടറാ. നിനക്ക് തൊലിക്കേണ്ട കാര്യം എന്താണ്? അത് സോഷ്യൽ മീഡിയ കൊടുത്തേക്കുന്ന ഒരു ഓപ്ഷൻ അല്ലേ, പിടിച്ചു വെച്ചിട്ട് ഊമ്പിടുന്ന നായിന്റെ മോനെ. എക്സ്ക്ലൂസീവ് കണ്ടന്റുകള് അതെ, പൈസ കൊടുത്ത് വരുന്നവർക്ക് കാണാൻ രാത്രികളിൽ ലൈവ് മറ്റേ തുണി മാറ്റിയുള്ള പരിപാടികള് അതൊക്കെ സുധിച്ചേട്ടനോടുള്ള അതെ, പിടിച്ചു വെച്ച് ഊമ്പിടും. അതെ, അത് തെറ്റിദ്ധരിക്കല്ലേ, തെറ്റിദ്ധരിക്കൂല. സുധിച്ചേട്ടന് വേണ്ടി സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട്. എന്നിട്ട് അവിടെ പിന്നെ ഈ പട്ടിക്കുണ്ടായ വർഗത്തിനടുത്തൊക്കെ നമ്മൾ കൂടുതൽ സംസാരിച്ചാൽ സമയം പോകും. അപ്പോൾ നമുക്ക് എൻ്റെ സുഹൃത്ത് കൊടുത്തിട്ടുള്ള ആ റിപ്ലൈ കൂടെ നമുക്കൊന്ന് കാണാം. യുവമാർക്ക് എല്ലാവർക്കും അണ്ണാക്കി നിറയുന്ന മറുപടിയാണ് കേട്ടോ. അടിപൊളി. ഓക്കെ. ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു. കളിയാക്കിയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും ഒക്കെ ഇപ്പൊ സമാധാനമായോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്ത് കിട്ടി? കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയല്ലേ? നമുക്ക് ഉണ്ടായ ഒരു ക്രിമികടിക്ക് ഒരു ആശ്വാസം ഉണ്ടായല്ലേ? കഷ്ടമാണടോ. ഒരാളെ ഒരു കാര്യം കിട്ടുമ്പോൾ വലിച്ചു കീറി താഴ്ത്തി കെട്ടുകയും അവർക്കൊരു പ്രശ്നമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എവിടെ ഇല്ലാത്ത സഹതാപം പൊട്ടി ഒലിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ മലയാളികളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ് കേട്ടാ. അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. നിങ്ങളിൽ പലർക്കും ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ച് മുന്നേ ഞാൻ രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. കണ്ട് കുറച്ച് സമയം ഞാനൊന്ന് സ്റ്റക്കായി, ഒന്ന് സ്തബ്ധയായി. കാരണം എന്തു പറയണം, അവരെ ഇനി എന്തു പറഞ്ഞാലാണ്, അവർ ഇത്രയും നാൾ കേട്ട പഴികൾക്കും പരാതികൾക്കും ഒക്കെ ഇനി എന്ത് പറഞ്ഞാലാണ് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുക? എന്ത് പറഞ്ഞാലാണ് ആ സ്ത്രീയെ സമാധാനിപ്പിക്കാൻ പറ്റുക? ഒന്നുമില്ല. നമ്മുടെ ആശ്വാസവാക്കുകളും നമ്മുടെ സമാധാനമൊന്നും നമ്മൾ പറഞ്ഞതിനൊന്നും അവർക്ക് പകരമാവുന്നില്ല. അത്രയ്ക്ക് മലയാളത്തിലെ മലയാളികൾ, നമ്മുടെ സോഷ്യൽ മീഡിയ, ഈ നമ്മൾ സ്വയം ഭയങ്കര നല്ലവരാണെന്ന് നമ്മൾ സ്വയം പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, യൂട്യൂബേഴ്സ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ ദരിദ്രവാസികളും ആ സ്ത്രീയെ വലിച്ചു കീറി ഒട്ടിച്ചത് ഇന്ന് കുറ്റബോധം വന്നിട്ടോ പശ്ചാത്തപിച്ചിട്ടോ കാര്യമുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ രേണുസുധിയുടെ ഇന്റർവ്യൂ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരാളെ വലിച്ചു കീറാൻ ഒരു അവസരം കിട്ടിയ അതിന്റെ അങ്ങേയറ്റം, അതിന്റെ പീക്ക് ലെവലിൽ പോയി സന്തോഷിക്കുന്ന പാപ്പരാസികൾക്ക് ഇപ്പൊ എന്തോ കിട്ടി. ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായോ? സമാധാനമായോ? ഇതിനും വേണ്ടി വലിച്ചു കീറി ഒട്ടിക്കാൻ, ഇതിനും വേണ്ടി അപരാധം പറയാൻ, ഇതിനും വേണ്ടി പഴി ചാരാൻ ആ സ്ത്രീ ഓരോ മലയാളിക്കും ചെയ്ത തെറ്റെന്താണ്? അവരെന്താണ് ചെയ്തത്? കുറച്ച് ക്ലീവേജ് കാണിച്ചതോ, അവരുടെ നേവലൊന്ന് കാണിച്ചതോ? അതെല്ലാം അവർക്ക് ചെയ്യാൻ തടസ്സമായത് അവർ വിധവ എന്നുള്ളൊരു ലേബലാണോ? ഇതൊക്കെയാണല്ലോ നമ്മൾ അവരിൽ കണ്ടുപിടിച്ച കുറ്റം. പക്ഷേ സ്വന്തം കുഞ്ഞിന്റെ ലൈഫ് ഒന്ന് സേഫ് ആക്കാൻ, എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം എന്ന ലക്ഷ്യത്തോടെ വലിയ ഭാരപ്പെട്ട കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ മാക്സിമം യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് അവരിതൊക്കെ ചെയ്തതെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാവുമല്ലേ? നമ്മളൊരു മനുഷ്യൻ്റെയും ഉള്ളുകള്ളികൾ അറിയാതെ, ഒരു മനുഷ്യൻ എത്രത്തോളം ഉരുകുന്നുണ്ട്, ഒരു മനുഷ്യൻ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നൊന്നും അറിയാതെ മറ്റുള്ളവരെ കുത്തി വേദനിപ്പിക്കാനും ഇല്ലാവചനം പറയാനും മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടാനും ഇല്ലാത്തതും പൊല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാനൊക്കെ നമുക്ക് നല്ല മിടുക്കാണ്. മലയാളികൾ 100% സാക്ഷരതയുള്ള കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ അക്ഷരജ്ഞാനം അറിവല്ല, വിവരമുണ്ടായിട്ട് കാര്യമില്ല, അറിവ് കൂടിയാൽ അറിവാണിയാകുമെന്ന് വീണ്ടും 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 നമ്മൾ സമൂഹത്തെ ഇങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു സ്ത്രീയുടെ
സമാധാനം കെടുത്തിയപ്പോൾ, ഒരു സ്ത്രീയെ പച്ചയ്ക്ക് അധിക്ഷേപിച്ചപ്പോൾ, കുത്തുവാക്കുകളിലൂടെ കമന്റ് ഇട്ടപ്പോൾ, ആ കമന്റ് ബോക്സ് കണ്ട് അവരുടെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവരെന്തുകൊണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നു, അവരെന്തുകൊണ്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു. അവർക്ക് പൈസയോടുള്ള ആക്രാന്താന്ന് വിചാരിച്ചല്ലേ. സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആരുടെയെങ്കിലും തോളിൽ കയറാൻ വേണ്ടി അവരെ എക്സ്പോസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചല്ലേ. പടങ്ങളിൽ അഭിനയിക്കാൻ ചാൻസിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു ലൈഫ് അവർക്കുള്ളത്, അവരുടെ ലൈഫിൽ അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. അതിനൊന്നും നമുക്ക് സമയമില്ലല്ലോ. നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരല്ലേ. നമുക്ക് കുറ്റപ്പെടുത്താനും വലിച്ചു കീറാനും, നമ്മളൊക്കെ സൊസൈറ്റിയിൽ വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ വലിച്ചു കീറാൻ, നമ്മളൊക്കെ എല്ലാം തികഞ്ഞ മനുഷ്യരായതുകൊണ്ട് കുറ്റപ്പെടുത്താനും വലിച്ചു കീറാനും നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തുവാടോ ഇത്, എന്തുവാ ഇനി കുറ്റബോധം വന്നിട്ടോ പശ്ചാത്തപിച്ചിട്ടോ രേണുസുതി എന്ന് പറഞ്ഞ ഒരൊറ്റ ക്യാപ്ഷൻ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച യൂട്യൂബേഴ്സെ നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കുവാണ്, അവരുടെ ഈ രോഗത്തിന് നിങ്ങൾക്ക് കിട്ടിയ പണം കൊണ്ട് ചികിത്സ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ക്യാൻസറിൻ്റെ 3ാം സ്റ്റേജിലോട്ടാണ്. കക്ഷത്തുനിന്ന് ആ മുഴ നെഞ്ചിന്ന് വ്യാപിച്ച് കക്ഷത്തിലോട്ടിറങ്ങി ലങ്സിനെ ബാധിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരാൾ തമാശയായിട്ട് വന്ന് എനിക്ക് ക്യാൻസറാന്ന് പറയൂ, അതും ബ്രസ്റ്റിൽ നിന്ന് കക്ഷത്തിലോട്ട് വളർന്നിറങ്ങി ലങ്സിനെ ബാധിച്ചു, 3rd സ്റ്റേജിലാണെന്ന് പറയൂ. ഇനി ഇതും സിമ്പതിക്കാണെന്ന് ചിന്തിക്കുന്നവരും ഇതും സിമ്പതിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നവരും ഉണ്ടാകും അല്ലേ. ക്യാൻസറാന്ന് പറഞ്ഞിട്ട് സിമ്പതി പിടിച്ചു പറ്റാൻ ഏത് മനുഷ്യനാണോ നോക്കുന്നത്? രേണുസുതി ദുബായിൽ ബാറിൽ ഡാൻസ് ചെയ്യാൻ പോയി, ഷെഡിക്കകത്ത് സ്വർണം കടത്താൻ പോയി. രേണുസുതി പാഡിനകത്ത് വെച്ച് സ്വർണം കടത്തി, കസ്റ്റംസുകാർ പിടിച്ചു. രേണുസുതി അപരാധിക്കാൻ പോയി, രേണുസുതി കള്ളു കുടിച്ചു, രേണുസുതി മദ്യപാനിയാണ്. ഇനി എന്തെങ്കിലും ടാഗ് ലൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലേബല് ആ സ്ത്രീക്ക് ചാർത്തി കൊടുക്കാൻ സൊസൈറ്റിക്ക് ബാക്കിയുണ്ടോ? ഒരാളെ നാളെ മരിക്കേണ്ട ഒരാളെ ഇന്നേ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു സമൂഹമാണ് നമുക്ക് മനസാക്ഷി ഇല്ലടോ. കേരള സമൂഹത്തിന്, നമ്മുടെ സൊസൈറ്റിക്ക് മനസാക്ഷി ഇല്ല. നമ്മുടെ മനസാക്ഷിയൊക്കെ മരവിച്ചു. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് തന്നെ ഒരു മനുഷ്യന്റെ ദുഃഖം കാണാനും, ഒരു മനുഷ്യനെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ ചിരിക്കാനും, അത് വലിഞ്ഞു കയറിയിരുന്ന് കാണാനും ഒക്കെയാണ്. മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടരുത്, മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കൂ എന്ന് പറയുന്നവരും മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടാനും അതിൽ കയറിയിട്ട് അഭിപ്രായം പറയാനും അതിലെന്തെങ്കിലും ഒരു എത്തി നോക്കാനും ശുഷ്കാന്തി തന്നെയാണ് നമുക്ക്. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതാണ് മലയാളി സമൂഹം അവരുടെ കമന്റ് ബോക്സ് വഴി വിഷം തുപ്പി നിങ്ങളെ വിസർജിച്ച് വച്ചിരുന്നത്. അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു വാക്കെങ്കിലും, അവരെ അധിക്ഷേപിച്ച ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിന് സോറി പറയാൻ പറ്റുമോ? എന്തെല്ലാം തരത്തിൽ അവരെ കളിയാക്കി. ഞാൻ ഉൾപ്പെടെ, എൻ്റെ കാര്യം കൂടി ചേർത്താ ഞാൻ പറയുന്നത് കേട്ടോ, എനിക്കുൾപ്പെടെ ആ സ്ത്രീയെ അധിക്ഷേപിച്ചവർക്കും, സ്ത്രീയായിട്ടിരുന്നു കൊണ്ട് ആ സ്ത്രീയെ വലിച്ചു കീറി തേച്ച ഒരു ശവന്തീനിയുണ്ട്, ഷെഫീന എന്ന് പറഞ്ഞൊരു സ്ത്രീ. അവർക്ക് പറ്റുമോ ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ട സന്തോഷം, സമാധാനം, ഇവരുടെ വാക്കുകളാൽ കീറി മുറിക്കപ്പെട്ടപ്പോഴും അസുഖത്തിൻ്റെ വേദനയിലും അവരത് കടിച്ചു പിടിച്ച് മറച്ചു വെച്ച് അവരുടെ ആ ഒരു ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? വിവി എന്ന് പറഞ്ഞ യൂട്യൂബറിന് പറ്റുമോ? അതുൽ എന്ന് പറഞ്ഞ യൂട്യൂബറിന് പറ്റുമോ? സായി കൃഷ്ണയ്ക്ക് പറ്റുമോ? രേണുസുതി എന്ന് പറഞ്ഞ തമ്മനയിൽ വെച്ച് ആറാടിയ ഡാനി സത്യന് പറ്റുമോ? എത്രയോ പേര് ഇവർക്കൊക്കെ പറ്റുമോ? അവരുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്ക് അമ്മ നഷ്ടപ്പെട്ട പകരം അമ്മയെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒന്നിനും പറ്റൂല. നമുക്ക് പറ്റും വീണ് കിടക്കുന്നവനെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാൻ. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇനിയും ഒരു കാര്യത്തിൻ്റെയും ഉള്ളുകള്ളികളും സത്യവും സത്യാവസ്ഥയും ഒന്നും അറിയാതെ ഇനിയും കേട്ട പാതി കേൾക്കാത്ത പാതി അമ്പും വില്ലും എടുത്ത് മാക്സിമത്തിൽ ആളുകളെ ഇങ്ങനെ കരയിപ്പിച്ച് ആളുകളുടെ കണ്ണിലെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നിൽ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ സയൻസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം, അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഒരു ബൂമറാങ്ങ പോലെയാണ്, കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ നേരെ തന്നെ വന്ന് വിരൽ ചൂണ്ടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, എനിക്ക് എന്താണ് ഇങ്ങനെ വന്നതെന്ന്. ആ സ്ത്രീയെ അത്രമേൽ, ഒരു സ്ത്രീയെ സൊസൈറ്റിക്ക് എങ്ങനെ വലിച്ചു കീറാമോ അതിൻ്റെ മാക്സിമത്തിൽ ആ സ്ത്രീയെ വലിച്ചു കീറി തേച്ചൊട്ടിച്ചു. എന്തൊക്കെ ചെയ്യാമോ, എന്തല്ല, അവരുടെ ഭർത്താവിൻ്റെ പേര് വരെ അവരുടെ പേരിന്നെടുത്ത് മാറ്റണം. നിനക്ക് ആ മനുഷ്യൻ്റെ പേര് വെക്കാൻ എന്താ യോഗ്യത? നീ തുണി അഴിച്ചിട്ട് ആടുന്നവളല്ലേ? രേണുസുതി ബിക്കിനി ഇട്ടാൽ ഓഹോ, നയൻതാര ഇട്ടാൽ ആഹാ.
ആ അവസ്ഥയിലോട്ടായല്ലേ. ഓ, നയൻതാര വിധവയല്ലല്ലോ, നയൻതാരയ്ക്ക് ഭർത്താവുണ്ടല്ലോ. എന്തുവാ നമ്മുടെ സൊസൈറ്റി എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലടോ നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ ഒരുപാട് പേര് കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ഈ ദളിതന്മാരെ ഒന്നും ഉപദ്രവിക്കുന്നതിനൊക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. താഴ്ന്ന ജാതി ഉയർന്ന ജാതി അങ്ങനെയൊന്നുമില്ല. മനുഷ്യന്മാരെ എല്ലാം മനുഷ്യനായിട്ട് കാണും. കളർ വ്യത്യാസത്തിൻ്റെയും പിന്നെ പണത്തിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണാതിരിക്കൂ എന്നൊക്കെ കോരം പ്രസംഗിക്കുന്ന ആളുകൾ വരെ ഒരു കാര്യം വരും പറയാം അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം. നമ്മളൊക്കെ ഫ്യൂഡൽ മ്യൂരാച്ചികളാടോ. നമ്മളൊന്നും ഒരിക്കലും നന്നാവൂല. മനുഷ്യന്മാരെ പറയാൻ കിട്ടുന്ന അവസരം മൊത്തം നമുക്ക് എങ്ങനെയും ഈ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം. ഇതാണ് നമ്മുടെയൊക്കെ മെൻറ്റാലിറ്റി. എന്താ അല്ലേ? ഒരുപാട് വിഷമം തോന്നി. കാരണം പെട്ടെന്ന് ഒരു കുഞ്ഞാണ് ഋതപ്പൻ. ആ കുട്ടിക്ക് പെട്ടെന്ന് അമ്മയില്ലാണ്ടാവുന്ന കാര്യം ഓർത്തപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. സർവൈവ് ചെയ്ത ആ സ്ത്രീ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ. ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു. കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് അമ്മയെ അച്ഛനെ നഷ്ടപ്പെട്ടു. ഈ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയും കിച്ചുവിനെ പോലെ ഒരു അനാഥനായിട്ട് അമ്മയും കൂടെ ഇല്ലാതെ ജീവിക്കാൻ ഇടവരാതിരിക്കട്ടെ. അവർക്ക് സൗഖ്യമാവട്ടെ പെട്ടെന്ന്. അവർ പെട്ടെന്ന് ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഞാനത് പ്രാർത്ഥിക്കുന്നു. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇനിയും അവരുടെ പച്ചമാംസം കൊത്തി വലിക്കുന്നവർക്ക് വലിക്കാം.